കണ്ണൂർ മണ്ഡലത്തിലേക്ക് കയറുകയാണല്ലേ? അതെ, കണ്ണൂർ മണ്ഡലത്തിലൂടെയുള്ള നമ്മുടെ യാത്ര. സമയം പുലർച്ചെ 5:50, 6 മണിയോട് അടുക്കുന്നതേ ഉള്ളൂ. പക്ഷേ സജീവമായ കണ്ണൂർ നഗരത്തിലേക്കാണ്. അതെ, ആയിക്കര ഫിഷ് മാർക്കറ്റിലാണ്. ഈ നല്ല രീതിയിൽ സജീവമായിട്ടുണ്ടല്ലോ ഇവിടെ. വേറേട്ടാ അതിരാവിലെ കണ്ണൂർ ആയിക്കര ഫിഷ് മാർക്കറ്റിൽ നിന്നാണ് മണ്ഡലത്തിലൂടെയുള്ള ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നത്. ഇപ്പോഴിതാ LDF സ്ഥാനാർത്ഥി ശ്രീ MV ജയരാജനും ഞങ്ങളോടൊപ്പമുണ്ട്. എല്ലാ ദിവസവും രാവിലെ തുടങ്ങുമോ ഈ സമയത്ത്? ഈ സമയത്ത് ഇതാദ്യമാണ്. രാവിലെ ഒരു 6-7 മണിക്കാണ് തുടങ്ങൽ. ഇത്തവണ 5:30 തന്നെ തുടങ്ങി. അതിന് കാരണം ഈ കണ്ണൂർ ഹാർബറിൽ മത്സ്യ മാർക്കറ്റിൽ മത്സ്യം വിൽപ്പന ചെയ്യുന്ന സന്ദർഭത്തിൽ അതിരാവിലെയാണ് പ്രാദേശികമായി വിൽപ്പന നടത്തുന്നവർ എത്തുന്നത്. അപ്പോൾ അവരെത്തുന്ന സമയമായാൽ മത്സ്യ വിൽപ്പനയുടെ സമയമാവും. അപ്പോൾ ധാരാളം ആളുകളിവിടെ ഒത്തുകൂടാറുണ്ട്. പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ മത്സ്യബന്ധനവും വിതരണവും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അക്കാര്യങ്ങളിലെല്ലാം ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ട്. രാഷ്ട്രീയത്തിന് അതീതമായി ഈ മത്സ്യമേഖലയിലെ പ്രശ്നങ്ങളെ അത് തൊഴിലാളികളുടെ താല്പര്യവും വിൽപ്പനക്കാരുടെ താല്പര്യവും സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് എല്ലാ കാലത്തും ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ അതിരാവിലെ വരികയെല്ലാം കാണുകയും ചെയ്തത്. പോകുമ്പോൾ എന്താണ് അവസ്ഥ? മണ്ഡലം പൂർണ്ണമായും അനുകൂലമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയോ? എങ്ങനെയാണ് ജനങ്ങളുടെ ഒരു പ്രതികരണം? ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയവും വികസനവുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യമായി ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ രാഷ്ട്രീയത്തിന് അതീതമായ ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിലൊന്നെന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ഭരണഘടന തന്നെ ഭാവിയിൽ ഉണ്ടാവുമോ എന്നുള്ള സംശയം വളരെ ശക്തമാണ്. കാരണം പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കി അതിലൂടെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഒരു കൂട്ടരാണ് രാജ്യം ഭരിക്കുന്നത്. അവർ വീണ്ടും അധികാരത്തിൽ വന്നാൽ അപകടമായിരിക്കും. അവർ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നവരാണ്. അവർ വെറുപ്പിൻ്റെ രാഷ്ട്രീയക്കാരാണ്. ഇവിടെ സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ. ഞങ്ങളിവിടെ എല്ലാവരും ഒറ്റക്കെട്ടാണ്. ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി ഒരുമിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നതിന് കാരണം യഥാർത്ഥത്തിൽ ഈ പറയുന്ന കൂട്ടായ്മയാണ്. മാത്രമല്ല ഭരണഘടനാ വിരുദ്ധമായ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ശക്തമായ നിലപാട് തുടക്കം മുതൽ സ്വീകരിച്ചത് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. ആ നിയമം നടപ്പാക്കില്ല എന്ന് തന്നെ ഉറപ്പിച്ചങ്ങ് പറഞ്ഞു. ഇപ്പം തമിഴ്നാടും ബംഗാളും ഒക്കെ അതിൻ്റെ കൂടെ ചേർന്നു. അന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞതെന്തെന്ന് ചോദിച്ചാൽ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമം നടപ്പാക്കാതിരിക്കാൻ ആർക്കാ കഴിയുക എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സ് ഇത് നടപ്പാക്കണമെന്നാണ്. ഇനി തമിഴ്നാടിനെ കുറിച്ച് അവരെന്ത് പറയും? ബംഗാളിനെ കുറിച്ച് അവരെന്ത് പറയും? അവർ ഭരിക്കുന്ന 3 സംസ്ഥാനങ്ങളുണ്ട്. അതൊട്ട് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ലെന്ന് പറഞ്ഞിട്ടില്ല. മാത്രമല്ല അത് നടപ്പാക്കുമെന്ന് ഉറപ്പുമാണ്. പ്രതിപക്ഷം വിജയിച്ചാൽ ഒരു വിസിറ്റിംഗ് MP ആയിരിക്കില്ല, എല്ലാവർക്കും എപ്പോഴും അവൈലബിൾ ആയ ഒരു MP ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അതിലൊരു തർക്കവുമില്ല. അത് MP ആയാലും അല്ലാത്തപ്പോഴും, പാർട്ടി പ്രവർത്തകനായപ്പോഴും, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയപ്പോഴും, മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയപ്പോഴും ജയരാജനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു കാര്യം, അദ്ദേഹത്തെ ഏത് വിഷയത്തിൽ സമീപിക്കാവുന്നതാണ്. അത് ഞങ്ങളുടെ കടമയായി കാണുന്നതാണ്. ഞാനൊക്കെ ഒളിച്ചോടലല്ല, എപ്പോഴെങ്കിലും ഒരിക്കൽ വരലല്ല. ജനങ്ങളുടെ പ്രവർത്തനങ്ങൾ, ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ കണക്കിലെടുത്ത് അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. കണ്ണൂരിലേക്ക് പോരും എന്ന് പറഞ്ഞപ്പോഴേ ശരത്തേട്ടനും സന്തോഷം പറഞ്ഞിരുന്നു പുട്ടും പുഴുക്കും കഴിക്കണമെന്ന്.
പെരളശ്ശേരിയിൽ ഒരു കടയുണ്ട്, അവിടെ പുട്ടും പുഴുക്കും കിട്ടും. പുട്ടും പുഴുക്കും. ആ, ഇതാണ് കട. ഇതാണ് കട. ആ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ചവിട്ടിയത്, പറഞ്ഞിരുന്നു. അപ്പൊ എന്തെല്ലാം കഴിച്ചിട്ട് വാ. പുട്ടും പുഴുക്കും അല്ലേ? അതതിന്റെ ഒന്ന് കാണിച്ചേ. ഇത് നമ്മുടെ സാധാ പുട്ട്. ആ, ഇനി ഇതിന്റെ മറ്റ് മിക്സ് ചെയ്യുന്നത് എന്താണ്? ആ, ഇതാണ് അതിന്റെ കറി അല്ലേ? ഇത് എന്തൊക്കെ ഇട്ടിട്ടാ ഈ കറി ഉണ്ടാക്കുന്നത്? കടല, കിഴങ്ങ്, പിന്നെ പച്ചക്കായ്, വാഴക്ക. ആ, വാഴക്ക. ആ, പച്ചക്കായ്, അതായത് സാധാരണ കടലക്കറി പോലെയല്ല, പുട്ട് കടലയല്ല, പുഴുക്ക്. ഇതെന്താ സംഭവം? ഇതാണ് ഓമപ്പൊടി എന്ന് പറയുന്നത്. ഓമപ്പൊടിയോ? ആ, ആ, ആ. ഇതിൻ്റെ അകത്ത് കുറച്ച് ഇതെല്ലാം മിക്സ് ചെയ്തിട്ടാണ് അപ്പോൾ നമ്മൾ കഴിക്കുന്നത്. ഇവിടുത്തെ സ്ഥിരം ഭക്ഷണം ഇതാണ്. ആണല്ലേ? എത്ര കാലമായിട്ട് ഈ ഭക്ഷണം ഇവിടെ കൊടുക്കുന്നുണ്ട്? ഇപ്പോൾ അച്ഛൻ തുടങ്ങിയതാണ്. അച്ഛൻ 10-50 കൊല്ലം അച്ഛൻ ചെയ്തതിന്. ഇപ്പം ഞാൻ തുടങ്ങിയിട്ട് തന്നെ 30 കൊല്ലമായി. ആണല്ലേ? അപ്പൊ 19 പാരമ്പര്യമുണ്ട്. വിശ്വസ്ത സ്ഥാപനമാണ്. ഏതായാലും ഈ വിശ്വസ്ത സ്ഥാപനത്തിലെ ഈ വിശ്വസ്ത രുചി കഴിച്ചുകൊണ്ട് നമുക്ക് ഈ വോട്ട് വിശേഷങ്ങളൊക്കെ അറിയാം അല്ലേ? കണ്ണൂരിലെ യാത്ര തുടങ്ങുമ്പോൾ ഇന്നത്തെ പ്രഭാത ഭക്ഷണമൊക്കെ ഒരു വെറൈറ്റി ഭക്ഷണമാണ്. ഇതെന്താണ് സ്പെഷ്യൽ? ഇതെന്താണ്? ഇത് ഓമപ്പൊടി എന്നാണ് ഇവിടെ പറയുന്നത് കണ്ണൂർ അല്ലേ ഏട്ടാ? ഓമപ്പൊടി എന്നല്ലേ പറയുന്നത്? ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നല്ലേ? ഇവിടെ എല്ലായ്പ്പോഴും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമായിട്ടാണ് ഇത് എടുക്കുന്നത്. സന്തോഷിന്റെ വീടിയ ഇത്തരം ഭക്ഷണങ്ങൾക്ക് പ്രത്യേകതയില്ല. പഴയ കാലത്ത് വന്നവർ ഇപ്പവും വരുന്നത് ഓർമ്മിച്ചിട്ട് അത്ര പേര് കേട്ട ഒരു സന്തോഷേട്ട, എന്താണ് ഈ ഓമപ്പൊടി കടലപ്പുഴുക്ക് അല്ലേ? എന്താണ് ഇതിന്റെ കാര്യങ്ങൾ പറയാം, അതിന് ശേഷം നമുക്ക് തെരഞ്ഞെടുപ്പിലൊക്കെ പോകാം. ഇത് അച്ഛനുള്ളവരെയുള്ള പാരമ്പര്യമായിട്ടുള്ള കിടക്കുന്നതാണ്. അച്ഛനെ ഇത് ഇതാക്കിന് അതേ തന്നെ ഞാനും തുടങ്ങി. ഇതെനിക്ക് തോന്നുന്നു ഈ കണ്ണൂർ ജില്ലയിലെ ചില ഭാഗങ്ങളിൽ മാത്രമേ ഇതുള്ളൂ എന്നല്ലേ? മറ്റെവിടെയും നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. ഇത് ഇവിടുന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ചക്രക്കല്ല്, ചൂളൊക്കെ ഉള്ളത് ഇതിങ്ങനെ പാരമ്പര്യമായി കിട്ടിയതാണ്. പാരമ്പര്യമായിട്ട്. ചെറിയ കടയിൽ നിന്ന് മാറാൻ തോന്നില്ല, അതെന്താ അങ്ങനെ? അതും ഒരു കട മാറിയ അതിന്റെ ഭംഗി പോയല്ലേ? പഴമയും ഒക്കെ പോയല്ലേ? ശരിക്കും മെച്ചപ്പെടുത്തലേ ഉള്ളൂ. ഈ കടേനെ ചെറിയൊരു പണ്ടത്തെ രൂപമല്ല, അപ്പൊ കുറെ മാറിയിട്ടുണ്ട്. ശരിക്കും പക്ഷേ അടിസ്ഥാനം മാറിയിട്ടില്ല. അപ്പോൾ ഏതായാലും ഈ കണ്ണൂരേക്ക് എത്തുന്നത് നമ്മളിപ്പോൾ ഉള്ളത് പെരളശ്ശേരിയിലാണ്. പെരളശ്ശേരി കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലൊക്കെ പെരളശ്ശേരിക്കുള്ള സ്ഥാനവും ഒക്കെ നമുക്കറിയാം. അതെ, AKGയുടെ നാടാണ്. ഈ വഴിയൊക്കെ പോകുന്നവർ എന്തായാലും കയറുക. സന്തോഷേട്ടൻ്റെ ഈ ഒരു പ്രത്യേക ഐറ്റം ഒക്കെ കഴിച്ച് നല്ല സന്തോഷമായിട്ട് തന്നെ പോവാം. നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങൾ കൂടി പറയണല്ലേ? പ്രത്യേകിച്ച് നല്ല നിലയിൽ തന്നെ പോകുന്നുണ്ട്. നമ്മളെ നാട്ടുകാരനാണല്ലോ സ്ഥാനാർത്ഥി. അതൊരു പ്രത്യേകത. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. LDF സ്ഥാനാർത്ഥി MV ജയരാജന്റെ ജന്മനാടാണ്. അദ്ദേഹം പ്രവർത്തനം തുടങ്ങിയ സ്ഥലമാണ്. ആണല്ലേ? AKGക്ക് ശേഷം പെരളശ്ശേരിയിൽക്കാരൻ വീണ്ടും പാർലമെന്റിലേക്ക് പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് നാട്ടുകാരൊക്കെ. നിങ്ങൾക്ക് ഉറപ്പാണ്? അക്കാലത്ത് നമുക്ക് ഉറപ്പാണ്. എന്താണ് അങ്ങനെ ഒരു അത്രത്തോളം ഉറപ്പ് പറയാൻ കാരണം നിലവിൽ കോൺഗ്രസിന്റെ UDFന്റെ കയ്യിലുള്ള സീറ്റാണ്. എന്നിട്ട് നിങ്ങൾ ഇത്രത്തോളം MV ജയരാജൻ ജയിച്ച് AKGക്ക് ശേഷം ഒരു പെരളശ്ശേരിക്കാരൻ പാർലമെന്റിൽ എത്തുമെന്ന് ഉറപ്പ് പറയുന്നതിന്റെ കാരണം എന്താ? ജയരാജൻ ചെറുപ്പം മുതൽ നമുക്കെല്ലാം നേരിട്ട് അറിവുള്ള ഒരാളാണ്. ഏത് രംഗവും ഏറ്റെടുത്താൽ അത് വിജയം കണ്ടേ അടങ്ങും, അത് ഉറപ്പാണ്. ഈ പെരളശ്ശേരിയുടെ റോഡ്, വീട്, കട, നെയ്ത്തുശാലകൾ ഇതെല്ലാം ബന്ധപ്പെട്ടുള്ള ഒരു ബന്ധം ഈ പ്രദേശത്തുകാർക്കുണ്ട്. അത് ജയരാജന്റെ വ്യക്തിപരമായിട്ടുള്ള ഗുണങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഈ രാഷ്ട്രീയം, ഈ കണ്ണൂർ മണ്ഡലം, പ്രത്യേകിച്ച് കണ്ണൂരാകുമ്പോൾ രാഷ്ട്രീയം അതിന്റെ ഏറ്റവും തീവ്രമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മണ്ഡലമായിരിക്കും. പ്രധാനമായിട്ട് എന്തൊക്കെ വിഷയങ്ങളായിരിക്കും ഇത്തവണ ഇലക്ഷൻ ചർച്ചയാവുക? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം വികസനത്തിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നീങ്ങുന്നത്. രാജ്യമായാലും ശരി, കേരള ആയാലും ശരി, നമ്മുടെ നാടായാലും. നമുക്കിവിടെ മുഖ്യമന്ത്രിയുടെ ധർമ്മടം മണ്ഡലം എന്ന രീതിയിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, മാതൃകയായിട്ട്. നമ്മൾ നേരിട്ട് നാട്ടുകാർക്കെല്ലാം അനുഭവമുള്ളതാണ്. നമ്മുടെ പെരളശ്ശേരി സ്കൂളായാലും പാലങ്ങളായാലും നമ്മുടെ റോഡ് ബ്യൂട്ടിഫിക്കേഷൻ പ്രവർത്തനങ്ങൾ, ഇങ്ങനെയുള്ള AKG മ്യൂസിയം പോലുള്ള കാര്യങ്ങൾ. പക്ഷെ അതിനനുസൃതമായ രീതിയിൽ ഒരു പാർലമെൻറ്റ് അംഗത്തിൻ്റെ കണ്ണൂർ ജില്ലക്ക് ഈ കഴിഞ്ഞ 5 വർഷം വട്ടപൂജയായിരുന്നു. അതെല്ലാവർക്കും അറിയുന്ന വളരെ കണ്ടിട്ടില്ല. ശ്രീമതി ടീച്ചർ ഉള്ളപ്പോൾ എല്ലാ മേഖലകളിലും നിറഞ്ഞു നിന്ന സ്ഥാനം MPക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ എവിടെയാണുള്ളത്? പത്രങ്ങളിൽ കാണുന്ന ചില ഒച്ചപ്പാടും ബഹളവും അശ്ലീലപരമായ പരാമർശമല്ലാതെ എവിടെയാണ് MPയെ കുറിച്ച് നമ്മൾ? അപ്പോൾ നിങ്ങൾ പറയുന്നത് ഈ കഴിഞ്ഞ 8 വർഷത്തെ 1-2 പിണറായി സർക്കാർ, ആ സർക്കാരിന്റെ നേട്ടങ്ങൾ ഇത്തവണ ഈ ഇലക്ഷനിൽ വോട്ടാവുന്ന പറയുന്നത് അല്ലേ? ഈ ജനങ്ങളുടെ വിഷയങ്ങൾ നമുക്ക് നല്ല വിശ്വാസം.
ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ പ്രശ്നങ്ങളും നമുക്കറിയാം. ഉദാഹരണത്തിന് നമ്മളിപ്പം അതൊന്നും നിഷേധിക്കപ്പെടുന്നില്ല. ഇപ്പോൾ ഒരു 1.5 മാസക്കാലമായി സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ സാധനങ്ങളുടെ ലഭ്യത കുറവ്. 3-4 മാസക്കാലമായി പെൻഷൻ ലഭിക്കാത്ത ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പക്ഷേ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഈ നയം ആവിഷ്കരിച്ചത് ഇടതുപക്ഷമാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നത് കോൺഗ്രസ് നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട എതിരാളി കോൺഗ്രസ് ആണല്ലോ. അവർ പറയുന്നത് നിങ്ങളുടെ പിടിപ്പുകേട് കൊണ്ട് സംഭവിച്ചതെന്നാ. ഞങ്ങളുടെ പിടിപ്പുകൂടാണ്ടാണ് എന്ന് അവർക്ക് ന്യായീകരിക്കാൻ കഴിയുന്നില്ല. അതിന്റെ തെളിവാണല്ലോ സുപ്രീം കോടതിയുടെ ഇപ്പോൾ ഉത്തരവ് ഉൾപ്പെടെ. ജനങ്ങളെ അത് ബോധ്യപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടോ? ജനങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കാം. സാധാരണക്കാരനെ സംബന്ധിച്ച് എങ്ങനെയെന്നുള്ളതല്ല, അതിന് ലഭിക്കേണ്ടത് ലഭിക്കണം എന്നുള്ളതാണ്. അതിനൊപ്പമാണ് നമ്മളുള്ളത്. ഏതായാലും ഇവരൊക്കെ രാഷ്ട്രീയം നല്ല തീവ്രമായി രാഷ്ട്രീയവും സമകാലീന സംഭവങ്ങളും പഠിച്ചു പോകുന്നതാണ്. ഒരു ചേട്ടൻ കൂടി ഉണ്ട്, കാരണം ഇവരൊക്കെ ഈ ഭക്ഷണം കഴിക്കുന്ന തിരക്കിലായതുകൊണ്ടാണ് നമ്മൾ അവർ കഴിക്കട്ടെ എന്നുള്ളതുകൊണ്ടാണ്. ചേട്ടാ എന്താ ചെയ്യുന്നത് ഇപ്പോ? ഞാനിപ്പോൾ ഒന്നും ചെയ്തില്ല, പ്രവാസിയായിരുന്നു. ഇപ്പോൾ റിട്ടയർഡ്. എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്ന ആളാണോ? എങ്ങനെയാണ്? കുറേശ്ശൊക്കെ നിരീക്ഷിക്കുന്നതാണ്. എത്ര നാളായി വന്നിട്ട് തിരികെ എത്തിയിട്ട്? എത്ര നാളായി? ഇപ്പോൾ 1 വർഷത്തോളം. 1 വർഷത്തോളമായി. ഇന്ന് വിദേശത്തിരുന്നിട്ട് കഴിഞ്ഞ കാലത്ത് നമ്മുടെ നാടിനെ നോക്കി കാണുമ്പോൾ എന്ത് തോന്നി? മാറ്റങ്ങളൊക്കെ ഉണ്ടായോ? തീർച്ചയായും ഉണ്ടായി. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിന് വളരെ മുന്നിലാണ്, മറ്റ് സംസ്ഥാനങ്ങളെക്കാളും വളരെ മുന്നിലാണ്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എങ്ങനെ? ചൂട് പിടിച്ചു കഴിഞ്ഞു? ചൂടിന്റെ വഴിയിൽ നടക്കുന്നുണ്ട്. ഉഷാറാണോ? ഉഷാറാണ്. സ്ഥാനാർത്ഥി എങ്ങനെയുണ്ട്? സ്ഥാനാർത്ഥി എൻ്റെ ക്ലാസ്മേറ്റ് ആണ്. അത് ശരി. കണ്ണൂരിലെ LDF സ്ഥാനാർത്ഥി MV ജയരാജന്റെ ക്ലാസ്മേറ്റ് കൂടിയാണ്. അപ്പോൾ ആ പഴയ സഹപാഠി എങ്ങനെയാണ്? സ്ഥാനാർത്ഥി എന്നതോ അല്ലെങ്കിൽ നേതാവ് എന്നതോ ഒക്കെ അവിടെ നിൽക്കട്ടെ. ആ സമയം മുതലേ എനിക്കറിയാം. എല്ലാ കാര്യങ്ങളിലും വളരെ മുന്നിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരു ചേട്ടൻ കൂടി ഉണ്ട്. ചേട്ടൻ 10 കോടി ഉണ്ടല്ലേ? അടിക്കോ? നോക്കല്ലേ? 10 കോടിയാണ് ഭാഗ്യമാണ്. ചേട്ടാ, നമ്മൾ ഇതിലേക്കൊക്കെ വരുമ്പോഴേ നിങ്ങൾക്ക് ഇപ്പം ഇതാണല്ലോ ഉപജീവന മാർഗം എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ നിങ്ങളെ പോലുള്ള ആളുകൾക്കൊക്കെ വലിയ സഹായം സംസ്ഥാന സർക്കാർ ചെയ്യുന്ന കഴിഞ്ഞ കാലങ്ങളാണ് കടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാവുക? നമ്മളെ വികസനം തന്നെ. വികസനമാണ്. പിന്നെ 5 വർഷം MP എന്ന നിലയിൽ തിരിഞ്ഞു നോക്കിയില്ല. പിന്നെ ഞാൻ BJPയിലേക്ക് പോകാൻ മടിക്കില്ല എന്ന് പറഞ്ഞ ഒരാൾ പാർലമെന്റിൽ പോകേണ്ടത് ഞാൻ കളക്കാനല്ല, കണ്ണൂർ വിമാനത്താവളത്തിൽ വേണ്ടിയിട്ട് ഒന്നും ചെയ്തില്ല. അങ്ങനെ ഈ സർക്കാരിന്റെ പ്രവർത്തനത്തെ എങ്ങനെയാണ് കാണുന്നത്? സർക്കാരിന്റെ നല്ല പ്രവർത്തനം. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കും. വികസന കാര്യത്തിലായാലും ആരോഗ്യ മേഖലയായാലും വിദ്യാഭ്യാസ മേഖലയായാലും ഏത് മേഖല തൊട്ട് നോക്കിയാലും അതിൻ്റെതായ വികസനം വരും. ഇപ്പൊ ഈ ക്ഷേമ പെൻഷന്റെ കാര്യത്തിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ക്ഷേമ പെൻഷന്റെ 18 മാസം UDF ഭരിക്കുമ്പോൾ 600 രൂപ കൊടുത്തില്ല. നമ്മൾ ഭരിക്കുമ്പോൾ 1600 രൂപയായി. അത് ചെറിയൊരു പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് സർക്കാരിന് പൈസ ഇല്ല. അതുകൊണ്ടുള്ള ഒരു സ്റ്റെക്ക് മാത്രമാണ്. പൈസ ഉണ്ടായാൽ സർക്കാർ കൊടുക്കുന്ന വിശ്വാസം ജനങ്ങൾക്കുണ്ട്. ഇപ്പൊ അടുപ്പിച്ച് 4800 രൂപ കിട്ടാൻ പോകും. വലിയ സന്തോഷമായില്ലേ? സന്തോഷമാവും. ഈ മോഡിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വാസമുണ്ടോ? ഇല്ല. അതെന്താ ഒറ്റയടിക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞു? എന്താ സംഭവം? മോഡി എന്ത് കാര്യം കരിനിയമങ്ങളെല്ലാം കൊണ്ടുവരിക എന്നല്ലാണ്ട് ഇപ്പോൾ പൗരത്വ നിയമം കൊണ്ടുവരും. മുസ്ലിങ്ങളെ തമ്മിലടിപ്പിക്കാൻ്റെ വർഗീയം കൊണ്ടുവരില്ലേ? അത് മനുഷ്യരെല്ലാവരും ഒരേപോലെയല്ലേ? ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. അപ്പോൾ എല്ലാവർക്കും ജീവിക്കാനുള്ള അവസരം ഒരു വേണ്ടി. ഇവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അല്ല BJP സ്ഥാനാർത്ഥി പഴയ കോൺഗ്രസ്സുകാരനാണല്ലോ. കഴിഞ്ഞ മുഖ്യമന്ത്രിക്കെതിരെ മത്സരിച്ച ആളാണ്. പഴയ നേതാവിനെതിരെയാണ് BJPയുടെ പുതിയ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകളുണ്ട് ഇത്തവണ കണ്ണൂർ. എന്താ എങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലം? എന്തായിരിക്കും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയാൻ? അല്ല, കണ്ണൂരിന് പുറത്ത് കേരളത്തിൽ മൊത്തം എങ്ങനെയാണ്? കഴിഞ്ഞതിനേക്കാളും കൂടുതൽ മെച്ചം ഉണ്ടാവും. 8 സീറ്റോളം കൂടുതൽ LDF പിടിക്കും. ചേട്ടൻ്റെ പ്രവചനം അങ്ങനെയാണ്? അതിന്റെ വിലയിരുത്തൽ അങ്ങനെയാണ്? പ്രവചനം എന്നൊന്നും ഇല്ല തെരഞ്ഞെടുപ്പിൽ. ഇപ്പൊ 20-20 ജയിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും ഇവരൊക്കെ നല്ല വ്യക്തമായ രാഷ്ട്രീയം പറഞ്ഞു പോകുന്നുണ്ട്. മലബാറിലൂടെ സഞ്ചരിച്ചപ്പോൾ സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ മികച്ച കഴിവാണ് എല്ലാ കാര്യത്തിലും. MLA ആയപ്പോൾ 2 വർഷം നമുക്ക് ബോധ്യപ്പെട്ടത്. മാത്രമല്ല കോളേജിൽ പഠിക്കുന്ന ഘട്ടത്തിൽ തന്നെ നിർമ്മൽ കോളേജിൽ BSc മാത്സ് ആയിരുന്നു. സാധാരണ ആർട്സിൻ്റെ കുട്ടികൾ മാത്രമാണ് രാഷ്ട്രീയത്തിലൊക്കെ തിളങ്ങുക. പക്ഷേ BSc മാത്സ് എടുത്തിട്ടും അതിൽ 100% മാർക്ക് വാങ്ങിയിട്ടും അവിടുത്തെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിട്ടും SFIയുടെ നേതാവായിട്ടും മാറി എന്നുള്ളത് അത്ഭുതകരമായ കഴിവാണ്. പിന്നെ ഇപ്പം നമ്മൾ മറ്റു കാര്യത്തിൽ വളരെ രാഷ്ട്രീയത്തിൽ വളരെ മൂല്യം കൽപ്പിക്കുന്ന ഒരാളാണ്. പിന്നെ ഒരു തരത്തിലുള്ള അന്യായമായ
കാര്യങ്ങളിലും അദ്ദേഹം ഭാഗവാക്കാവില്ല. അത് 100% ഉറപ്പാണ്. നിങ്ങളെ അപ്പോൾ ചൂടുള്ള രാഷ്ട്രീയം പറഞ്ഞു, ചൂടുള്ള പൊട്ട് കഴിച്ചു. അപ്പൊ ഇവരൊക്കെ തെരഞ്ഞെടുപ്പിന്റെ ചർച്ചകളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും ഒക്കെ സജീവമായി പോട്ടെ. വളരെ നന്ദി. അപ്പോൾ കാണാം. നമ്മൾ ഈ കണ്ണൂരുകാരെ കുറിച്ച് പറയുമ്പോഴേ ഏറ്റവും എപ്പോഴും പറയാനുള്ള കാര്യമുണ്ട്, കണ്ണൂരിലെ എല്ലാ മനുഷ്യരും വളരെ രാഷ്ട്രീയ ബോധമുള്ള ആളുകളാണ്. അത് പ്രായമൊന്നും വ്യത്യാസമില്ലാതെ തന്നെ. അതെ, ഇപ്പൊ കഴിഞ്ഞ ദിവസം അതെ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു ഒരു ഉമ്മ എം വി ജയരാജൻ വോട്ട് ചോദിച്ചു വന്നപ്പോൾ ഒരു ഉമ്മ പറയുന്നുണ്ട് നമ്മളല്ലാതെ മറ്റാരും ജയിക്കാൻ. അപ്പൊ ഞാനിങ്ങനെ അത്ഭുതത്തോടെ നോക്കി, പ്രായമായ ഒരു ഉമ്മ എന്താണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ആ ഉമ്മയെ തേടിയാണ് നമ്മളിപ്പോൾ ഈ ധർമ്മടത്തെ ഈ വീട്ടിലോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഉമ്മയെ കണ്ട് ഉമ്മയുടെ വിശേഷങ്ങൾ ചോദിക്കാം അല്ലേ? ഉമ്മ നമസ്കാരം. വലിയ താരാണല്ലോ ഇപ്പൊ. താരം എന്നല്ല, രാഷ്ട്രീയക്കാരെക്കാളും പവർ ആ വാക്കുകൾക്കൊക്കെ. ഉമ്മേനാണ് എല്ലാരും ചോദിക്കുന്നത്. എൻ്റെ പേര് ഖദീജ, സി ഖദീജ. സി ഖദീജ എന്നാണ്. ഇവിടുത്തെ പഴയ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരുന്നല്ലേ? അതെ. ഉമ്മ ഈ LDF സ്ഥാനാർത്ഥി എം വി ജയരാജനെ കണ്ടു, അദ്ദേഹത്തോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഇപ്പൊ ഭയങ്കരമായിട്ട് ആളുകളൊക്കെ കാണുന്നുണ്ട്. ഞങ്ങളും അത് കണ്ടിട്ടാ വന്നത്. ഉമ്മ പറയുന്നുണ്ട് നമ്മളല്ലാതെ മറ്റാര് ജയിക്കാനെന്ന്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതാ, പാവങ്ങളെ പാർട്ടിയാ നമ്മള് പാവങ്ങളെ സഹായിക്കുന്ന പാർട്ടിയായിരുന്നു. പാവങ്ങൾക്ക് നമ്മളെ പാർട്ടി ഇല്ലാണ്ട് കഴിയില്ല, മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇപ്പം കാണുന്നില്ലേ, മോഡി സർക്കാർ പല രൂപങ്ങളും പല പ്രതീക്ഷകളും പലതും കൊണ്ടുവരുന്നത്. ഇനിയും ഓരോരോന്ന് കൊണ്ടുവരും. ഇതിനെതിരെയൊക്കെ പ്രതിഷേധിക്കാനും അതിനെതിരെ പറയാനും ഈ ഇടതുപക്ഷം മാത്രമേ ഉള്ളൂ എന്നാണ് ഉമ്മയുടെ ഒരു ബോധ്യം. അതെ. ആ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണോ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് ഉമ്മ പറയുന്നേ? അതെ, നമ്മൾ മുന്നിൽ വരണം. തീർച്ചയായിട്ടും നമ്മൾ വന്നിട്ട് നമ്മൾ വന്നാൽ മാത്രമേ അവരോട് പോരാടാൻ കഴിയൂ. ഈ മോദിക്കെതിരെയും BJPക്കെതിരെയും മാത്രം മതിയോ? കോൺഗ്രസ്സുകാരെ കുറിച്ച് എന്താ അഭിപ്രായം നമുക്ക്? അത് രാവിലെ പകൽ കുറുക്കനായ ആളല്ലോ, ഓലോട് എന്ത് പറയാൻ നമ്മള്. ഈ കുറുക്കനായി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുന്നില്ല. രണ്ട് രൂപത്തിൽ നിന്നാണ് അല്ലെ, രാത്രി ഒരു രൂപം പകലൊരു രൂപം എന്നുള്ള രീതിയാണ് തന്നെ കുറുക്കനായികൾ. ഈ കണ്ണൂർ മേഖലയിൽ അങ്ങനെ പറയും, നായ്ക്കുറുക്കൻ അല്ലെങ്കിൽ കുറുക്കനായി എന്നൊക്കെ പറയും. അതെന്താ പകല് കോൺഗ്രസും രാത്രി BJP എന്നാണ് അമ്മ പറയുന്നത്. രാവിലെ നായായിട്ട് കൊടുക്കും, രാത്രി കുറുക്കന്മാരൊപ്പം ഉണ്ടാവും, നായി കൂടുന്നു. കോൺഗ്രസ്സുകാർ പറയുന്നത് ഈ LDF സർക്കാരിന് ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും ആത്മാർത്ഥതയില്ല, ഇത് മുസ്ലിം സമുദായത്തെ പറ്റിച്ച് വോട്ട് തട്ടാനാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നോ? അത് നമുക്ക് മനസ്സിലാവുമല്ലോ ആരാ പറ്റിക്കുന്നതെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാറാട് പ്രശ്നം തന്നെ ഈ ഒരു മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞവന് ഒറ്റൊറ്റനും മുന്നിൽ കണ്ടിട്ടില്ല. ഉമ്മ ആവേശത്തിലാവും, കാരണം ഉമ്മ അത്രയേറെ കാലം ഉമ്മ ചെറുപ്പം തൊട്ടേ ഈ പാർട്ടി പ്രവർത്തനം നടത്തുന്നുണ്ടല്ലേ? അതെ. എത്രാം വയസ്സ് തൊട്ട് തുടങ്ങിയിട്ടുണ്ടാവും പാർട്ടി പ്രവർത്തനം? 17 വയസ്സ്. ഇപ്പൊ ഉമ്മാക്ക് എത്ര വയസ്സായി? 67 വയസ്സ്. അപ്പം 50 വർഷത്തെ പാർട്ടി പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പക്ഷെ ഞാൻ കേട്ടതേ, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു സ്ത്രീ പാർട്ടി പ്രവർത്തനത്തിലേക്ക് വരുക എന്ന് പറയുമ്പോൾ ഒരുപാട് എതിർപ്പൊക്കെ ഉണ്ടാകും, നമുക്കറിയാം. അങ്ങനെ ഉമ്മയ്ക്ക് ഉണ്ടായിരുന്നോ? അനക്കങ്ങനെ എന്നോട് ആരും അങ്ങനെ എതിർക്കാൻ വരില്ല. എല്ലാവരും പേടിയാണോ? പേടിയല്ല, നമ്മളെ നിലപാട് പറഞ്ഞു നിൽക്കുമല്ലേ. ഞാൻ അന്നേരം മറുപടി കൊടുക്കും. അങ്ങനെ ഉമ്മയോട് ആരെങ്കിലും ചോദിച്ചിരുന്നു എന്തിനാ ഈ പാർട്ടിയിലേക്ക് പോയെന്ന് ആരെങ്കിലും ചോദിച്ചിരുന്നു? ഓ, ഇപ്പൊ എത്രയോ പ്രാവശ്യം കോൺഗ്രസ്സുകാർ നായ്ക്കുറുക്കന്മാർ വന്നിന് എൻ്റെ അടുത്ത്. നമ്മള് ചെന്നിത്തലിനെ കൊണ്ട് ഈ ധർമ്മടം ടൗണിൽ വെച്ചിട്ട് മാല ഇട്ടു, നിങ്ങള് വരണം നമ്മളെ കൂടെ എന്നും പറഞ്ഞു. ഈ കുടുക്കയിൽ അരി പോകൂല പോനെ. ആ പരീക്ഷയിൽ പോകൂല. ഉമ്മ, നമ്മുടെ സർക്കാരിനെ കുറിച്ച് ഉമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? ഇപ്പൊ നമ്മൾ 8 വർഷമായില്ല, ഇപ്പൊ തുടർച്ചയായിട്ട് ഭരണമാണല്ലോ. 1ാം പിണറായി സർക്കാർ, ഇപ്പൊ 2ാം പിണറായി സർക്കാർ, എന്താ പറയാനുള്ളത് സർക്കാർ? നമ്മളെ സർക്കാർ ഏറ്റവും നല്ല മുന്തിയ സർക്കാരാണ്. നമ്മളെ നാട്ടിന് കാഴ്ച വെക്കാൻ പറ്റിയ സർക്കാരാണ്. ഇനിയും നമ്മളെ സർക്കാർ തന്നെ വരണോ, എന്നാലും മാത്രമാണ് നാടാകും. ഇപ്പൊ വിദേശ രാജ്യം പോലെയാണ് നമ്മളെ നാടുള്ളത്. വിദേശ രാജ്യം പോലെ നമ്മളെ നാടുള്ളത്. അപ്പോൾ ഇനിയും മന്ത്രിമാരും ആൾക്കാരും എല്ലാം കൂടി വന്നാൽ മാത്രമേ നമ്മളെ നാട്ടിൽ ഒരു പുരോഗതി ഉണ്ടാവും. ഇനിയും നിലനിന്ന് വരട്ടെ എന്ന് ഞാൻ പഠിച്ചവനോട് എപ്പോഴും പ്രാർത്ഥിക്കുന്നത് അതാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോവല്ലോ അല്ലേ ഇനിയിപ്പോ? പിന്നെ പോവുകയും ചെയ്യും. ഞാൻ അധികം ബൂത്തിൽ നിൽക്കലുണ്ട്. ബൂത്തിൽ നിന്നിട്ടാണ് വരുന്നവരെല്ലാം എന്നെ കണ്ടിട്ടാ പോകും.
ഇത്തവണയും ബൂത്തിൽ നിൽക്കാൻ പോകുന്നുണ്ടോ? ഈ അരമണിക്കൂർ ഇരുന്നിരിക്കും അത്ര. ഈ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലേ, ഇങ്ങനെ ഒരു ഭാഗം തളർന്നു പോസ്റ്റല്ലേ. എന്നാലും നമുക്ക് പോകാതിരിക്കാനും ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്താതിരിക്കാനൊന്നും പറ്റുന്നില്ല. എത്ര പ്രായമായാലും ഉമ്മയുടെ ഒരു ആവേശം കുറയുന്നില്ല. ആ വാക്കുകളിലെ ആവേശമുണ്ട്, മാത്രമല്ല പരിഹാസം കണക്കിനുണ്ട്. കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചത് കൊണ്ട്. തെരഞ്ഞെടുപ്പ് വാർത്തകളൊക്കെ കാണാറുണ്ടോ? പിന്നെ ഫുൾ ടൈം ഇവിടെ ടിവിയിൽ വാർത്തയാണോ ടി വിയിലല്ല, ഞാൻ ഫോണിൽ കാണും. ഇവിടെ ടി വി കുട്ടികളുടെ ടി വി. സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ ഫോണുണ്ടല്ലേ. ഇന്നലെ ഒരു മുസ്ലിം സ്ത്രീ പ്രസംഗിച്ച് കണ്ടിനാ, എന്താ മോനെ ഉള്ള സംസാരം, മോഡിനോട് കളിക്കണ്ടെന്നാ പറഞ്ഞേ. മോഡി ഇങ്ങോട്ട് വരണ്ടേ ചെയ്യണ്ട. അല്ല, ഇപ്പൊ എല്ലാ ദിവസവും പ്രധാനമന്ത്രി ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ, ഇപ്പൊ ആഴ്ചക്കാഴ്ചക്ക് വരുന്നുണ്ടല്ലോ. എന്താ ഉമ്മയ്ക്ക് പറയാനുള്ളത് പ്രധാനമന്ത്രിയോട്? കേരളത്തിലേക്ക് വന്നോണ്ടേയിരിക്കണം. ഓൻ എന്തിനാ വരുന്നത്? ഓൻ സ്വപ്നം പോലും കാണണ്ട നമ്മളെ നാട്ടിൽ. കിട്ടൂല. പക്ഷെ ഗ്യാരണ്ടി എന്നൊക്കെയാണ് പറയുന്നത്. ഞാനാണ് ഗ്യാരണ്ടി എന്നാണ് പറയുന്നത്. അത് എല്ലാരും ഇപ്പറത്ത് ഞാനും പറയൂലേ ഗ്യാരണ്ടിയാന്ന്. അപ്പൊ ഉമ്മ ഒരുപാട് സന്തോഷം കേട്ടോ കാണാൻ പറ്റിയതില്. അപ്പൊ നന്നായിട്ട് വോട്ടൊക്കെ ചെയ്ത് അടിപൊളിയായിട്ടിരിക്കാം. സന്തോഷം. നമ്മൾ മെയിൻ റോഡൊക്കെ വിട്ടിട്ട് കണ്ണൂരിന്റെ ഇടവഴികളിലൂടെ, നാട്ടുവഴികളിലൂടെ സഞ്ചരിക്കുകയാണ്. ഒരു ഏകദേശം കണ്ണൂരിലെ റോഡുകളൊക്കെ കഴിഞ്ഞു എന്നല്ലേ നമ്മൾ കറങ്ങിയിട്ട്. അതെ. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാലേ, ഈ കണ്ണൂരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായങ്ങളൊന്നായി ചെത്ത് വ്യവസായം. കള്ളിയത്ത്. അതെ, നല്ല നാടൻ ചെത്തുകൾ കിട്ടും. നീ കുടിച്ചിട്ടുണ്ടോ? ഇല്ല, കുടിച്ചിട്ടില്ല. എന്താ കാണാം. അപ്പൊ ചെത്തും കാണാമല്ലോ അല്ലേ? അതെ. ഇലക്ഷൻ വാർത്ത തേടി നടന്ന് ഞാനിതാണ് ഒരു തെങ്ങിന്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. നല്ല ഒന്നാന്തരം തെങ്ങുകളിൽ ചെത്തി ഇറക്കുന്ന മനോഹരമായ കാഴ്ചയാണ്. ഈ കള്ളാണ് ചെത്തി ഇറക്കി ഷാപ്പിലോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ തെങ്ങിൻ്റെ മേളിൽ കയറി കള്ളി എത്തി ഇറക്കുന്നത് കാണുക വലിയൊരു ഗംഭീര എക്സ്പീരിയൻസ് തന്നെയാണ്. ഇത് ഉച്ചയ്ക്ക് ഒരുക്കി വെച്ചെടുത്ത കള്ളായല്ലേ? ഇനിയിപ്പോൾ ഒരുക്കണോ? ഇനി ഒരുക്കലില്ല. ഇനിയിപ്പോൾ എപ്പോഴാണ് ഒരുക്കുന്നത്? ഇനി നാളെ. അല്ല, അപ്പൊ നാളെ പുലർച്ചെ രാവിലെ വന്ന് കള്ളെടുക്കും. കള്ളെടുക്കും അല്ലേ? രാവിലെ നമ്മൾ ഈ കുടം കെട്ടി വെച്ചിട്ട് പോയാൽ കള്ളായിട്ടുണ്ടാവും. കള്ളാവും. അതിന്റെ അറ്റത്തല്ലേ ഇത് ചെത്തുന്നേ? ഇതിപ്പോ രാവിലെ എടുക്കാൻ പറയുമ്പോൾ ഒരു 4-5 ലിറ്റർ ഉണ്ടാവുമോ? ഈവലൊരു 2 ലിറ്റർ. ഈ 2 നേരം കൂടെ കൂടിയല്ല 5-6 ലിറ്റർ വരും അല്ലേ? സാധാരണ ചൂടുകാലത്ത് അത്യാവശ്യം കള്ള് കൂടുതൽ പോകുന്ന സമയമല്ലേ? ഇപ്പൊ അങ്ങനെ പോകുന്നുണ്ട്. ആണല്ലേ? ഇനിയിപ്പോ നേരെ ഇറങ്ങുവാണോ? നേരെ കഴിഞ്ഞു. ചേട്ടാ, നമ്മൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ. ഇതിന്റെ മേളിൽ കയറി പറഞ്ഞ പക്ഷേ കഷ്ടപ്പാട് തന്നെയാണ്. എന്തായാലും നിങ്ങളെയൊക്കെ സമ്മതിക്കണം. ഇത് ചെറിയ തെങ്ങായതുകൊണ്ടാ. ഇത് മാത്രമല്ല, ഇത് ഒരു തെങ്ങാണ്. ദിവസം 10-15 ഒക്കെ തെങ്ങ് കയറുന്നതാണ്. ഇതിലും വലിയ തെങ്ങിൽ കയറാറുണ്ടല്ലേ? വലിയ പൊക്കോള്. അത് അങ്ങോട്ടൊക്കെ വലിയ പൊക്കോള. പക്ഷെ വരുന്ന വഴിക്ക് ഈ തെങ്ങുകളിലൊക്കെ ഇവരുടെ ഈ കാലിന്റെ പാട് കാണാം അല്ലെ? ഇവര് തഴമ്പ് കാണാം നമുക്ക്. ഇവര് കയറുകയും ചെയ്യും. അത് ഇവരുടെ കാലിലുണ്ടാവും, കയ്യിലും ഉണ്ടാവും. അതൊക്കെയാണ് ഒരു പക്ഷെ ഇവരുടെ ശക്തി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സമയമായി അല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം. കണ്ണൂർ ജില്ലയിലെ ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ കാസർഗോഡും തുടങ്ങിയതാണ്. അപ്പൊ ഇന്ന് കണ്ണൂർ തീരുകയാണ്. അപ്പൊ നല്ല തെങ്ങുകളിലൊക്കെ തന്ന് ഞങ്ങളെ യാത്രയാക്കിയതിന് ഒരുപാട് സന്തോഷം. അപ്പോൾ വീണ്ടും കാണാം. അപ്പൊ നമുക്ക് പോവാം അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ അപ്പോൾ കണ്ണൂർ ജില്ലയിലെ ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. അതെ.